നമുക്കിന്നൊരു ചൂരമീൻ ചേർട്ടാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരമീൻ കഷ്ണത്തിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, വിനാഗിരി ഇവ ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കുറച്ച് ചതയ്ക്കാത്ത വെളുത്തുള്ളിയും കറിവേപ്പിലയിട്ട് നല്ല മൂക്ക വറുത്തെടുക്കുക. വറുത്ത് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം അരപ്പിനാവശ്യമായ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും സമം എടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, വിനാഗിരി, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം, കടുക്, ഉലുവ ഇവയുടെ പൊടിയും എല്ലാം കൂടെ വിനാഗിരിയിൽ കുഴച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതും കൂടെ അതിലൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചൂര മീനും ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും വിനാഗിരിയും ഉണ്ടോ എന്ന് നോക്കണം. പോരാങ്കിൽ വീണ്ടും ആ സമയത്ത് തന്നെ ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് അതും വിനാഗിരിയുടെ ഒരു കുത്തലൊക്കെ ചൊവയൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.